കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷ ഇളവ് തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ഭാസ്കര കാരണവർ വധക്കേസിൽ ഒന്നാം പ്രതി ഷെറിന്റെ ശിക്ഷയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജീവപര്യന്തം തടവിനാണ് ഷെറിൻ ശിക്ഷിക്കപ്പെട്ടത്. ഇത് 14 വർഷമായി ഇളവ് ചെയ്യാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത്. ഭാസ്കര കാരണവരെ മകന്റെ ഭാര്യയായ ഷെറിൻ 2009 നവംബറിലാണ് കൊലപ്പെടുത്തിയത്. 14 വർഷം തടവ് പൂർത്തീകരിച്ച സാഹചര്യത്തിലും ഷെറിൻ സമർപ്പിച്ച അപേക്ഷയും പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് ചെയ്ത് ജയിൽ മോചനത്തിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. തന്റെ മകൻ പുറത്തുണ്ടെന്നും അപേക്ഷയിൽ ഷെറിൻ സൂചിപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ച് അതിവേഗ തീരുമാനം പിണറായി സർക്കാർ എടുക്കുകയായിരുന്നു. ഷെറിന്റെ മകൻ ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളതെന്നാണ് സൂചന. 2009 നവംബർ 7-നാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കരൻ കാരണവർ കൊല്ലപ്പെട്ടത്. മരുമകൾ ഷെറിനായിരുന്നു ഒന്നാം പ്രതി. ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാരണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു 2001 ഇവർ വിവാഹിതരായത്. പക്ഷേ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി. ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടുവെന്നായിരുന്നു കേസ്. പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസിൽ ഷെറിന്റെ സുഹൃത്തുക്കൾ ജയിലിൽ തുടരുകയാണ്. അവർക്ക് ശിക്ഷ ഇളവ് നൽകിയിട്ടില്ല എന്നാണ് സൂചന. സമൂഹ മാധ്യമമായ ഓർക്കുട്ട് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിത്ത് അലി. മറ്റ് 2 പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു റഷീദ്, നിതിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാരണവരെ വധിക്കുന്നത്. 2010 ജൂൺ 11-നാണ് മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിച്ചത്. തുടർന്ന് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി. വൈകാതെ ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയു സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇവിടെ വെച്ച് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ ഒരു കുട അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു. ജയിലിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഷെറിനെതിരെ പരാതി ഉണ്ടായിരുന്നു.